അതേ പ്രിയരെ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവൻ നമുക്ക് സ്വസ്ഥത നൽകുകയും ദൈവം നിന്നെക്കുറിച്ച് ഒരുക്കിയ ചില ദൈവിക പദ്ധതികളിലേക്ക് നിന്നെ നടത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതമെന്നാണ് ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ സന്ദേശങ്ങൾ, ഞങ്ങളുടെ പ്രോഗ്രാമുകൾ, ഞങ്ങളുടെ ചർച്ച് മീറ്റിങ്ങുകളെല്ലാം നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ്ങുകളായി എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രെയർ കോളുകളിലും നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചതിലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളെ അതുപോലെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 14 ഇങ്ങനെ പറയുന്നു: അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്യുന്നു. പ്രിയരെ, യഹോവയായ ദൈവം മോശയോട് പറയുന്ന പദങ്ങളാണ്, വാക്കുകളാണ് നാം വായിച്ചത്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെല്ലാം ഒരു സ്വസ്ഥത, ഒരനുഗ്രഹം, ഒരു സമാധാനം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. ഈ പ്രഭാതം സൂര്യൻ ഉദിച്ചു വരുമ്പോഴും ഈ സന്ദേശം നിങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ഇന്നനുഭവിക്കുന്ന വേദനകൾക്കകത്ത്, വിതകൾക്കകത്ത്, പ്രയാസത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു സമാധാനം വെളിപ്പെട്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു സ്വസ്ഥത വെളിപ്പെട്ടെങ്കിൽ, ദൈവിക നന്മകൾ നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നാം. ഇന്ന് പകൽക്കാലം സ്വസ്ഥത നിന്നിൽ വെളിപ്പെടണമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വേണം. ദൈവിക സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിന്നിൽ സ്വസ്ഥത വെളിപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സമാധാനത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, അനുഗ്രഹത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, പിന്നെ വിഷയം പരിഹരിക്കപ്പെടാൻ നീ ഒന്നും ചെയ്യണ്ട. ദാവീദ് പറയുന്നത് പോലെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നിന്നെ പിന്തുടരണമെങ്കിൽ നിന്റെ ദൈവസാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാകണം. അവിടെയാണ് നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ പലതും ഉടഞ്ഞു പോകുന്നത്. ദൈവസാന്നിധ്യത്തിനകത്ത് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൻ്റെ കൂടാരമുണ്ടെങ്കിൽ നിശ്ചയമായും അവനെ തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. അവൻ്റെ കൂടാരത്തെ ശിഥിലമാക്കി കളയാൻ ആർക്കും കഴിയില്ല. ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോഴും ആത്മനിറവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോരട്ടെ. മോശ ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. അങ്ങനെ പറഞ്ഞവനോട് 33-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ അയക്കരുതെന്ന് പറഞ്ഞത് പുറപ്പാട് പുസ്തകം ആരംഭം അധ്യായങ്ങളിലാണ്. ഇവിടെ 33 അധ്യായങ്ങൾ കഴിഞ്ഞു. ദൈവത്തിൻ്റെ അവർണ്ണനീയമായ അത്ഭുതങ്ങൾ, ചെങ്കടലുകൾ വിഭാജിക്കപ്പെടുന്നു, മാറയെ മധുരമാക്കുന്നു, പാറയിൽ നിന്ന് ജീവജലം പൊഴിയുന്നു, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ മല്ലന്മാരുടെ ഭക്ഷണം മന്നയായി പൊഴിയുന്നു, കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാൻ്റെ തലയെ തകർത്ത് അതിന് തൊക്കുവച്ച് ചിറക് വച്ച് അതൊരു കാടപ്പക്ഷിയായി ഇസ്രായേലിൻ്റെ കൂടാരത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നു. ഇതെല്ലാം കണ്ടവനോട് ദൈവം പറയുകയാ, ഞാൻ നിന്റെ കൂടെ പോരും,
അവൻ ആരംഭത്തിൽ ചോദിച്ചു, ദൈവമേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അയക്കരുത്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ഒരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ക്രൂഷ്യൽ സിറ്റുവേഷനുകൾക്കകത്ത്, മർമ്മപ്രധാനമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾക്കകത്ത് ദൈവത്തോട് അങ്ങനെ ഒരു പദം നീ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തിട്ട് ഈ പകൽക്കാലം ആ ദൈവിക ശബ്ദം നീ ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. പ്രിയരെ, ക്രൂഷ്യൽ സിറ്റുവേഷനകത്ത് ദൈവം കൊടുത്ത വലിയ ദൗത്യം ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല മാനുഷികമായി ചിന്തിച്ചാൽ. പക്ഷേ മോശയ്ക്കറിയാം, എത്ര വലിയ ദൗത്യത്തെയും നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ദൈവസാന്നിധ്യം വേണം. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടത വലുതായിരിക്കാം, നീ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കാം, നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, വേദനകൾ വലുതായിരിക്കാം, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഭയങ്കരമായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവത്തോട് ചോദിക്കാൻ നിനക്കൊന്ന് കാണണം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. അങ്ങനെ നീ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നവ അവർണ്ണനീയമായിരിക്കും. കാരണം നിന്റെ കൂടെ നടക്കുന്നവൻ മനുഷ്യനല്ല, നിന്റെ കൂടെ നടക്കുന്നത് ദൈവമാണ്. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ നിന്നോടൊപ്പമുണ്ടെങ്കിൽ ആർക്ക് നിന്നെ തകർക്കാൻ കഴിയും? ഏത് വ്യക്തികൾ പദ്ധതിയിട്ടാൽ നിന്റെ ദേശത്ത് നോട്ടിക്കാൻ കഴിയും? ആർക്ക് നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ കഴിയും? ആർക്കും കഴിയില്ല പ്രിയരെ. അതിനാണ് ദൈവസാന്നിധ്യം നമ്മോടുകൂടെ വരുന്നത്. അതുകൊണ്ടാണ് വചനം പറയും, ഞാൻ നിനക്ക് മുൻപായി ഞാൻ എൻ്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ മാറ്റി ഞാൻ നിനക്ക് പാതയൊരുക്കുന്നവനാണ്. ദൈവസാന്നിധ്യം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത വഴികൾ, വാതിലുകൾ, വിശാലതകൾ നിനക്ക് വേണ്ടി ദൈവസാന്നിധ്യം ഒരുക്കി തരും. ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ ആർത്തിരമ്പുന്ന ചെങ്കടലുകൾ നിന്റെ മുൻപിൽ രണ്ടായി മാറും. ഈ പകൽക്കാലം അങ്ങനെ ചിലരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ. ദൈവസാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് പോലെ ആയി മാറും. നിന്നെ കാണുന്നവർ ദൈവിക പദ്ധതികൾ നിന്നിൽ വെളിപ്പെടുത്തത്തക്ക നിലവാരത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ വഴിത്തിരിവുകൾ വെളിപ്പെടും. പ്രിയരെ, വേദപുസ്തകം അങ്ങനെ പറയുന്നു, ഞാൻ നിന്നോടുകൂടെ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും എങ്കിൽ മോശയെ നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. സ്വസ്ഥത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണമേ. ആ സാന്നിധ്യമുണ്ടെങ്കിൽ വചനം ഇങ്ങനെ പറയുന്നു, ശമൂവേലിൻ്റെ കാലത്ത് ദൈവം സകല ഫെലിസ്ത്യരെയും അടക്കി ശമൂവേലിന് സ്വസ്ഥത കൊടുത്തു. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സകല ശത്രുക്കളെയും ദൈവം അടക്കി. ആരടക്കി? ദാവീദ് അടക്കിയെന്നല്ല. ജനം പാടി, ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. പക്ഷെ 10,000 കൊന്നവന് കൊല്ലാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ, അവരെ അടക്കാൻ കഴിഞ്ഞില്ല. അടക്കിയത് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അവൻ്റെ സകല ശത്രുക്കളെയും അടക്കി അവന് ഞാൻ സ്വസ്ഥത നൽകും. ദാവീദിനെ നോക്കി പറഞ്ഞതാണ്. പ്രിയരെ, നിന്റെ പല പ്രശ്നത്തെയും നിനക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കാം, അതിനെ ഒന്ന് മറികടന്നു പോകാൻ കഴിഞ്ഞേക്കാം, പക്ഷേ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ല. പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ഈ പകൽക്കാലം ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോഴും ആഴമായ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ഫേവർ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ദൈവിക ചലനങ്ങൾ സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക സ്വസ്ഥത വെളിപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി നാളായി നീ ശത്രുക്കളെ ഭയന്ന് ജീവിക്കുകയല്ലേ? പുറത്തിറങ്ങാൻ കഴിയാതെ, നിന്റെ തലമുറയ്ക്ക് നിന്റെ നാട്ടിൽ വരാൻ കഴിയാതെ, ആരെയൊക്കെ ഭയന്നല്ലേ ജീവിക്കുന്നേ? അവരെയൊക്കെ ദൈവം അടക്കണ്ടയോ? നിനക്കൊരു സ്വസ്ഥത വേണ്ടയോ മാതാവേ? നിനക്കൊരു സ്വസ്ഥത വേണ്ടേ ദൈവദാസനെ? നിന്റെ മിനിസ്ട്രിക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന വെല്ലുവിളികളെ വെട്ടി വീഴ്ത്തണ്ടേ? നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വഴികൾ, വിശാലതകൾ വെളിപ്പെടുത്തണ്ടേ? നിനക്ക് സ്വസ്ഥത വേണ്ടയോ? വേണമെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തോട് പറ, അപ്പാ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ അയക്കണം.
ദൈവസാന്നിധ്യം, ദൈവം നിൻ്റെ കൂടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക സ്വസ്ഥത വെളിപ്പെടും. ഇപ്പം കൽക്കാലം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഏറ്റെടുത്തോ. എൻ്റെ ജീവിതത്തിൽ ദൈവിക സ്വസ്ഥത വെളിപ്പെടുന്നൊരു പകലാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയമല്ല കർത്താവേ, ഈ നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സ്വസ്ഥത അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ, ദൈവിക ഫേവർ ചലിക്കട്ടെ, ദൈവിക മഹത്വം ചലിക്കട്ടെ. ഇൻ ദി നെയിം ഓഫ് ജീസസ് സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, ഈ പകൽ നിൻ്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വെളിപ്പെടാൻ പോകുകയാണ്. കാരണം നിൻ്റെ കൂടെ ദൈവസാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാണ്. ദൈവസാന്നിധ്യം നിൻ്റെ കൂടെ വരാൻ പോകുകയാണ്. ഈ പകൽക്കാലം ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഞങ്ങളുടെ ചർച്ച് മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. God bless you. Let us start our journey with Holy Spirit. Amen. Amen.